ഒരു വാർത്തയിലേക്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണം ആരംഭിച്ചു. മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയിക്കൊപ്പം പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കബറിടത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് തന്റെ പ്രചാരണം തുടങ്ങിയത്. ഒന്നിച്ചു മുന്നോട്ട് പോകുമെന്നും മറ്റ് ചർച്ചകൾക്ക് സ്ഥാനമില്ലെന്നും ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും 24നോട് പറഞ്ഞു. പാർട്ടി ഓരോ തീരുമാനങ്ങൾ ഓരോ സാഹചര്യത്തിൽ പല ഘടകങ്ങളും കണക്കിലാക്കിക്കൊണ്ടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക. ആ തീരുമാനം, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എന്നെ നിയോഗിച്ചതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിലമ്പൂരിലെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ ആവും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇന്നു മുതൽ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച നിലമ്പൂരിലെ സാധാരണക്കാരായ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സും അനുഗ്രഹവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. തീർച്ചയായും ജൂൺ മാസം 23-ന് വോട്ടെണ്ണുമ്പോൾ നിയമസഭയിൽ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി അദ്ദേഹം വിജയിച്ചു വരും. ആര്യാടൻ സാറിന്റെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിന്റെ മകനിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിച്ച് അത് പൂർത്തീകരിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി, ഒരു കൈയായി, ഒരു മെയ്യായി ഒരുമിച്ച് നേതൃത്വം നൽകുകയാണ്. അതിവിടെ നിന്ന് ഞങ്ങൾ ആരംഭിക്കുകയാണ്. UDFിലേക്ക് എടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന നിലപാടുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നു. LDF സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് നിലമ്പൂരിൽ എത്തുന്നുണ്ട്. നിലമ്പൂർ മണ്ഡല കമ്മിറ്റി യോഗം ഇന്ന് ചേരുമെന്ന് അറിയുന്നു. LDF സ്ഥാനാർത്ഥിയുടെ ചർച്ചകളുടെ വിശദാംശങ്ങളുമായി R ശ്രീജിത്ത് നിലമ്പൂരിൽ നിന്ന് ചേരും. അതുപോലെ V ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ വിശദീകരിക്കാൻ നമുക്കൊപ്പം ചേരും. ആദ്യം R ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ തൃണമൂലിൻ്റെ ഭീഷണി വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആദ്യം പറയാം. SKN, ഗുഡ് മോർണിംഗ്. PV അൻവർ UDFിനൊപ്പം ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന വിശ്വാസമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും ഉണ്ടായിരുന്നത്. അതനുസരിച്ച് UDF നേതൃത്വം PV അൻവറിനെ അനുനയിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ UDFിനോട് കലഹിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ അൻവറിൽ നിന്ന് ഉണ്ടായത്. ഇന്ന് രാവിലെയും അൻവർ നിലപാട് ആവർത്തിക്കുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയോടല്ല യഥാർത്ഥത്തിൽ PV അൻവറിന്റെ പ്രശ്നം, മറിച്ച് UDFിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുക, അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാക്കാനുള്ള സമ്മർദ്ദമാണ് അൻവർ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനയിലൂടെ നടത്തുന്നതെന്നാണ് ഈ കോൺഗ്രസ് നേതാക്കൾ അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടിയാലോചനയിലൂടെ അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. 2 ദിവസത്തിനകം തീരുമാനമെടുക്കും എന്ന് അൻവറിന്റെ പ്രഖ്യാപനം കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് സമയം നൽകലാണ്. ഇന്ന് UDFിന്റെ കൺവെൻഷനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രധാന നേതാക്കൾ നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ വിഷയത്തിൽ ഗൌരവതരമായ ചർച്ചകൾക്ക് ഇന്ന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കും. അൻവർ വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് UDFുമായി സഹകരിപ്പിക്കുന്ന നിർദ്ദേശത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ തീരുമാനങ്ങളും ചർച്ചകളുമൊക്കെ ഈ വരുന്ന മണിക്കൂറുകൾ പ്രതീക്ഷിക്കാമെന്നാണ് SKN ഇപ്പോൾ കരുതുന്നത്. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചില കാര്യങ്ങൾ അവിടെ സജീവമാകുന്നു, രാഷ്ട്രീയമായ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. എന്നാലും UDF ആത്മവിശ്വാസത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോഴത്തെ നിലമ്പൂരിൻ്റെ കാലാവസ്ഥയെ അപകീർത്തിക്കുകയാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് V ദിലീപ് കുമാർ. പറയൂ ദിലീപ്, കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കാമോ? SKN, നിലമ്പൂരിലെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം PV അൻവർ നിലപാട് ശക്തമാക്കുകയാണ്, സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കുകയാണ്. UDFിൽ ഘടകകക്ഷിയായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകണമെന്ന നിലയിലാണ് ഇപ്പോൾ PV അൻവറിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിൻ്റെയും നീക്കം. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഒരു ധാരണയായില്ലെങ്കിൽ PV അൻവറിനെ തന്നെ മത്സരിപ്പിക്കുക എന്ന ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. പക്ഷേ UDF നേതൃത്വമാകട്ടെ ഇത് വളരെ ഗൗരവമായൊന്നും എടുക്കുന്നില്ല. PV അൻവറിൻ്റേത് ഒരു സമ്മർദ്ദ തന്ത്രം, UDFിൽ ഘടകകക്ഷിയായി തൃണമൂൽ കോൺഗ്രസിനെ പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കമായി മാത്രമാണ് അൻവറിൻ്റെ ഓരോ ചുവടുവയ്പ്പിനെയും കാണുന്നത്. ഇന്നലെ അനാവശ്യമായ ചില പരാമർശങ്ങൾ PV അൻവറിൽ നിന്നുണ്ടായി എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിൻ്റെ പൊതുവെയുള്ളത്. കോൺഗ്രസ് നേതാക്കൾ ആ കാര്യത്തിൽ ഏറെക്കുറെ ഒറ്റക്കെട്ടാണ്. മാത്രമല്ല PV അൻവറിൻ്റെ സമ്മർദ്ദത്തിന് ഇപ്പോഴേ വഴങ്ങുന്നത് അത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന കണക്കുകൂട്ടലും മുന്നണി നേതാക്കൾക്കുണ്ട്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ആരെയും പിണക്കേണ്ടതില്ല. അതുകൊണ്ട് ആ നിലയിലുള്ള സാധ്യതകളൊക്കെ, അനുരഞ്ജനത്തിൻ്റെ സാധ്യതകൾ ആരായാം, അതിനപ്പുറത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവെയുണ്ട്. നേരത്തെ
സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പോലും ഒരുപക്ഷെ VS ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെ പോലുള്ളവർക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആ താല്പര്യത്തെയും ഇല്ലാതാക്കിയത് PV അൻവറിൻ്റെ പിടിവാശിയാണ്. അങ്ങനെ ഒരു നേതാവ് പിടിവാശിയുമായി നിൽക്കുമ്പോൾ അതിനു വഴങ്ങി കോൺഗ്രസ് എന്ന നിലയിലുള്ള സന്ദേശം അത് നിലമ്പൂർ മണ്ഡലത്തിനും കേരളത്തിനും പൊതുവെയും കൊടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിൽ കോൺഗ്രസ് നേതാക്കൾ എത്തിച്ചേരുകയും അതനുസരിച്ചാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് പിന്നീട് മാറുകയും ചെയ്തത്. ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ സഖ്യകക്ഷിയാക്കുന്ന കാര്യത്തിൽ അത് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടതില്ല എന്ന നിലപാടും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്.